പശ്ചിമോത്തനാസനം ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പശ്ചിമോത്താസനം ചെയ്യുന്നത് ഇതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ പരിമിതമാണ്. എങ്ങനെ നമുക്ക് പശ്ചിമോത്തനാസനം നന്നായി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നിരവധി ഗുണങ്ങളുള്ള, ശാരീരികവും ആത്മീയവുമായിട്ട് തന്നെ നിരവധി ഗുണങ്ങളുള്ള ഒരു യോഗാസനമാണ് പശ്ചിമോത്തനാസനം. പലർക്കും ശരിയായിട്ട് ചെയ്യാനായിട്ട് കഴിയാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ കാലിൻ്റെ പിൻഭാഗത്തുള്ള മസിലുകളിലെ ടൈറ്റ്നസ്, അതുപോലെ ഇടുപ്പിൽ ടൈറ്റ്നസ്, ബാക്കിൽ ടൈറ്റ്നസ്, നട്ടലിൽ അയവില്ലാത്തത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പലർക്കും പശ്ചിമോത്തനാസനം ചെയ്യാൻ കഴിയുന്നതാണ് ഇങ്ങനെ മാത്രമാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ബെറ്ററാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് കുറച്ച് ടിപ്പുകൾ ഞാൻ തരാം. ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഇത്രയും ഡീപ്പായിട്ട് സ്ട്രെച്ചിങ് ചെയ്യുന്ന ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും സൂര്യ നമസ്കാരം പോലുള്ള വാമപ്പ് എക്സസൈസുകൾ, അല്ലെങ്കിൽ സൂര്യ നമസ്കാരം പോലുള്ള എക്സസൈസുകൾ ഡൈനാമിക്കായിട്ട് എക്സസൈസ് ചെയ്ത് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ശരീരമൊക്കെ ഒന്ന് വാമായതിനു ശേഷം മാത്രമേ ഇത്തരം ആസനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ നേരെ കാല് നിവർത്തിയിരിക്കണമെന്നില്ല. തുടക്കത്തിൽ കാൽമുട്ടുകൾ മടക്കി നമുക്ക് നട്ടല് നിവർന്ന് നെഞ്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് ആദ്യം തുടയിൽ പതിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലുകളിൽ പിടിക്കാം, എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. പിടിച്ചിട്ട് റിലാക്സ് ചെയ്യുക. ഇവിടെ താടി മുട്ടിന്മേൽ വച്ചോ അല്ലെങ്കിൽ മുഖം താഴ്ത്തിയോ ഇവിടെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുക. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക് വശം കുറേയൊക്കെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മുടെ ഉപ്പുറ്റി മുമ്പോട്ട് നീക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒറ്റയടിക്ക് ശ്രമിക്കേണ്ട, ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് മെല്ലെ 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 നിവർത്തി കൊണ്ടുവരിക. നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കാലുകൾ എത്ര നിവർത്തിയാലും നമ്മുടെ നെഞ്ച് തുടയോട് ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് വളയുമ്പോഴേക്ക് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴേക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ, നമുക്കധികം പ്രോഗ്രസ് ഉണ്ടാക്കില്ല. പകരം എപ്പോഴും നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഞ്ച് മുമ്പോട്ടാക്കുക. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് ശരിക്ക് അരക്കെട്ടും തുടങ്ങണം, അല്ല അപ്പർ ബാക്കിൽ നിന്ന് ആർച്ച് ചെയ്തിട്ടല്ല വേണ്ടത്. അപ്പോൾ അരക്കെട്ടും തുടങ്ങി മെല്ലെ മുമ്പോട്ട് വന്ന് കാലുകളിൽ പിടിച്ച് എന്നിട്ട് മെല്ലെ മെല്ലെ മെല്ലെ, ഇതൊക്കെ കുറേ സമയമെടുക്കും ഇങ്ങനെ വരാനുണ്ട്. കാര്യം ഈ മസിലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ചായി വരണം. ഇപ്പോൾ ഡെയിലി സൂര്യ നമസ്കാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും ശരീരത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബ്രീത്ത് ചെയ്യുക. ഇപ്പോൾ തുടക്കത്തിൽ ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ബ്രീത്ത് ചെയ്തിട്ട് പിന്നെ നിവർന്നു വരിക, മെല്ലെ വിശ്രമിക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 4-5 തവണ ദിവസം പ്രാക്ടീസ് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് നമുക്ക് ഇവിടെ മുഴുവനും വന്ന് ചേരാനായിട്ട് കഴിയുമ്പോഴേക്ക് നമുക്കൊരു 5 മിനിറ്റോളം തുടർച്ചയായിട്ട് നമുക്ക് പശ്ചിമോത്തനാസനത്തിൽ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് വളരെ ശാന്തമായിട്ട് ബ്രീത്ത് ചെയ്യുക. ഇനി പശ്ചിമോത്തനാസനം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ വിപരീതാസനമായ പൂർവോത്തനാസനം ചെയ്തിട്ട് വേണം അടുത്ത പരിശീലനത്തിലേക്ക് പോകാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കിടന്ന് ചക്രാസനമോ കന്തരാസനമോ അങ്ങനെയുള്ള ബാക്ക് ബെൻഡിങ് കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രാക്ടീസ് നിർത്താവൂ. നമ്മൾ പൂർവോത്തനാസനം വളരെ ഭംഗിയായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ പശ്ചിമോത്തനാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു യോഗാസനമാണ്. ബാക്ക് പെയിൻ ഒഴിവാക്കാനും നട്ടലിൽ നല്ല അയവ് ഉണ്ടാക്കാനും ശരീരത്തിൽ മുഴുവനും രക്തചംക്രമണം കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ദഹന വ്യവസ്ഥയിൽ നല്ല അഗ്നി പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെ ദഹനം നന്നായിട്ട് ചെയ്യാനും പിന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കിഡ്നിയെയും അഡ്രിനാലിൻ ഗ്രന്ഥികളെയും സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സ്റ്റൊമക്കിനെയും ലിവറിനെയൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള, അതായത് ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ
ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി രോഗങ്ങളെ സുഖപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു യോഗാസനമാണ് പശ്ചിമോത്തനാസനം. പക്ഷേ സ്ലിപ്ഡ് ഡിസ്ക്, അല്ലെ ഹെർണിയ, അതുപോലെ വളരെ ക്രോണിക്കലുള്ള ബാക്ക് പെയിൻ ഉള്ള സമയത്ത്, സയാറ്റിക് പ്രോബ്ലം ഉള്ളവർ, സെർവിക്കൽ സ്പോണ്ടിലോസിലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യാതിരിക്കുക. അതുപോലെ ഗർഭധാരണത്തിന് ശേഷം 3 മാസം കഴിഞ്ഞതിന് ശേഷം ചെയ്യാതിരിക്കുക. അതിനു മുമ്പ് വളരെ ലളിതമായി കാലുകൾ കുറച്ചൊന്നും നമുക്ക് തുറന്ന് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ കഴിയുന്നതും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള മിക്കവർക്കും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു യോഗാസനമാണ്, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ യോഗാസനങ്ങളുടെ ഭാഗമാക്കേണ്ട ഒരു യോഗാസനമാണ് പശ്ചിമോത്തനാസനം. നേരത്തെ പറഞ്ഞതുപോലെ ബോഡിയെല്ലാം വാമായി സൂര്യ നമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ശാന്തമായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയണം. അതായത് ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തും വേദന ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിൻ്റെ ഏതൊരു ഭാഗവും ടെൻസ്ഡ് ആയിട്ട് അല്ല ഇരിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്തണം. നമ്മൾ ടെൻഷനോടുകൂടി ഈ യോഗാസനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, തുടക്കത്തിൽ നമുക്ക് വളരെ സോഫ്റ്റായിരുന്നു ബ്രീത്ത് ചെയ്തിട്ട് മെല്ലെ കാലക്രമേണ ഈ ഒരു ആസനത്തിലേക്ക് കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കാലുകളുടെ ബാക്ക് മസിലുള്ള ടെൻഷനാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു വ്യായാമം എന്ന് പറഞ്ഞാൽ പശ്ചിമോത്തനാസനം ചെയ്യേണ്ട വേറെ രീതിയും കൂടെയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഒരു ചെറിയ ഹാൻഡ് ടവലോ ഒരു തോർത്തോ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കാലിൽ ചുറ്റിനും ഇട്ടിട്ട് കാലിൽ നമ്മുടെ നെഞ്ചിലേക്ക് വലിക്കുക. അപ്പം ഇവിടെയും മുതുക് വളഞ്ഞു പോകാതെ സൂക്ഷിക്കുക. പകരം നന്നായിട്ട് വലിച്ചതിന് ശേഷം കൈകൾ മെല്ലെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നെഞ്ച് മുമ്പോട്ടായാൻ പറഞ്ഞല്ലോ. അപ്പം അതുപോലെ നെഞ്ച് മുമ്പോട്ടാഞ്ഞ് കൈകൾ മെല്ലെ കാലുകൾക്ക് അടുത്തേക്ക് കൊണ്ടുവരിക. അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് മുതുക് വളയുകയല്ല, കൈമുട്ടുകൾ വളയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഈ സമയത്ത് നമ്മുടെ കാലുകളുടെ പേശികൾ മുഴുവൻ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയം നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴേക്കും കൈമുട്ടുകൾ മടക്കി താഴോട്ട് കൊണ്ടുവരിക. നമുക്കിങ്ങനെ ആർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട, നെഞ്ച് തന്നെ മുമ്പോട്ട് വരിക. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മുടെ ബെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഇടുപ്പ് നിന്നാണ്, നമ്മുടെ മുതുകുന്നല്ല. അപ്പോൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കാലുകൾ നിവർന്നിരിക്കും, അതുപോലെ തന്നെ നട്ടൽ നന്നായിട്ട് നിവർന്ന് വരും. വീണ്ടും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വീണ്ടും മെല്ലെ കൈമുട്ടുകൾ താഴ്ത്തുക. ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുക. ഇങ്ങനെ ആവർത്തി നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴേക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. കുറേ കൂടെ ബോഡി ഫോൾഡായി വരും. ഫോൾഡായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് കൈകൾ കാലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിവർത്തി വെച്ചതിന് ശേഷം കൈൻ്റെ തള്ളവിരൽ കാലിൻ്റെ തള്ളവിരലിൻ്റെയും രണ്ടാമത്തെ വിരലിൻ്റെയും ഇടയിലേക്ക് കോർക്കുക. എന്നിട്ട് കാൽപാദങ്ങൾ പുറത്തുനിന്ന് പിന്നിലേക്ക് വലിക്കുക. ഇവിടെയും നട്ടൽ നിവർന്നിട്ട് നെഞ്ച് മുമ്പോട്ടാക്കുക. ആക്കി മെല്ലെ കൈമുട്ടുകൾ മടക്കി താഴോട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് മടങ്ങാനായിട്ട് കഴിയുമ്പോഴേക്ക് ചില സമയത്ത് നമ്മുടെ പൃഷ്ഠഭാഗം ടെൻസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ സ്ക്യൂസ്ഡ് ആയിരുന്ന നേരെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് തുറന്ന് റിലീസ് ചെയ്യുക. നമ്മുടെ ബട്ടക്സിലെ മസിലുകളെയൊക്കെ ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് ശാന്തമായിട്ട് ഒരു 5 മിനിറ്റോളം ഇരിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ഒരു ആസനയിൽ മാസ്റ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പശ്ചിമോത്തനാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്ലോലി ഡീപ്പായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും വളരെ സട്ടിലായിട്ടുള്ള പ്രാണൻ്റെ മൂവ്മെൻറ്റ്, ശരീരം മുഴുവനും നമുക്ക് മൂവ് ചെയ്യുന്നത് അനുഭവിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോഴേക്ക് വളരെ ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്ക് കണ്ണുകൾ അടച്ച് മെല്ലെ വരണം, പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് വരരുത്. മെല്ലെ വന്ന് നട്ടല് ഇങ്ങനെ നിവർന്നിരുന്ന് ബ്രീത്ത് ചെയ്യുക. അപ്പോഴാണ് ഇതിൻ്റെ ആത്മീയ ഗുണം എന്ന് നമുക്ക് ആചാര്യന്മാരെ പഠിപ്പിച്ചത് നമുക്ക് ചെറുതായിട്ടെങ്കിലും അനുഭവിക്കാൻ പറ്റും. നമ്മൾ കുറേ കാലം കഴിയുമ്പോഴേക്ക് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത് ഫീൽ ചെയ്യും.
നമ്മുടെ സുഷുമ്ന നാഡികൾ, അതായത് സെൻട്രൽ കനാലിൽ കൂടെ, നട്ടലിൻ്റെ സെൻട്രൽ കനാലിൽ കൂടെ ഒരു എനർജിയുടെ പ്രവാഹം ഉണ്ടാകും. അപ്പം അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് വല്ലാത്ത പറഞ്ഞാൽ വളരെ സുന്ദരമായൊരു അനുഭൂതിയാണ്. അപ്പം അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പശ്ചിമോത്തനാസനത്തിൽ ഇരിക്കാനായിട്ട് കഴിയുകയും അതോടൊപ്പം ധ്യാനാത്മകമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്ക് ശരിക്കും നമ്മുടെ ശരീരത്തെ ധ്യാനിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നിവർന്ന് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പ്രാരംഭ സ്ഥിതിയിൽ കൈകൾ സപ്പോർട്ട് ചെയ്ത് നട്ടിൽ നിവർത്തി 1-2 മിനിറ്റ് നമുക്ക് ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ പൂർവോത്തനാസനത്തിലേക്ക് പോകാം. അത് കഴിഞ്ഞ് മറ്റു ആസനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ധ്യാനത്തിന്, മെഡിറ്റേഷന് നട്ടലിനെ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്ന നിരവധി യോഗാസനങ്ങളുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പശ്ചിമോത്തനാസനമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തി നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലെ സെൻട്രലായിട്ടുള്ള സുഷുമ്ന നാഡിയിലൂടെ ഈ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രവാഹം വളരെ ശക്തമായി സംഭവിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന പശ്ചിമോത്തനാസനം നിങ്ങളുടെ നിത്യ പരിശീലനത്തിൻ്റെ ഭാഗമാക്കുക എന്ന് നിർദ്ദേശിക്കുന്നു. ശ്രമിക്കുക. തുടക്കത്തിൽ കുറേ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ക്ഷമയോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടാനായിട്ട് പറ്റും. വളരെ നല്ല ഒരു അനുഭവം നിങ്ങൾക്കും യോഗാസനത്തിലും അതൊരു പ്രത്യേക പശ്ചിമോത്തനാസനത്തിൽ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ.